ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സർഫസ് കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സർഫസ് കെമിസ്ട്രിയിൽ ഫസ്റ്റിലുള്ളത് അബ്സോർപ്ഷനാണ്. അബ്സോർപ്ഷൻ അല്ല, അത് വേറെ. അബ്സോർപ്ഷൻ ഫസ്റ്റിലെ അബ്സോർപ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് അബ്സോർപ്ഷൻ പഠിപ്പിക്കാം. എന്താണ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത്? ഒരു സ്പോഞ്ച് നമ്മളൊരു ലിക്വിഡിൽ മുക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്തെടുക്കണം. സ്പോഞ്ച് മൊത്തം അത് ഫുള്ളായിട്ട് വെള്ളം അങ്ങോട്ട് അകത്തോട്ട് വലിച്ചെടുക്കും. അതായത് ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഈ മോളിക്യൂൾസ് ഫുൾ എൻ്റർ ചെയ്യും, അകത്തോട്ട് എൻ്റർ ചെയ്യും. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോമായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അബ്സോർപ്ഷൻ എന്താണെന്ന് പറയാം? അബ്സോർപ്ഷൻ അല്ല, അബ്സോർപ്ഷൻ എന്താണെന്ന് പറയാം? ഇറ്റ് ഈസ് ദി ഫിനോമിന ഇൻ വിച്ച് ദി പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ് ഗെറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ബോഡി ഓഫ് ദി സോളിഡ്. ഒരു സോളിഡിൻ്റെ ബോഡിയുടെ അകത്ത് യൂണിഫോമായിട്ട് ഗ്യാസിൻ്റെയോ ലിക്വിഡ്സിൻ്റെയോ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സോളിഡിൻ്റെ ബോഡിയിൽ ത്രൂ ഔട്ടായിട്ട് അതിൻ്റെ അകത്ത് യൂണിഫോമായിട്ട് ഒരു ഗ്യാസിൻ്റെയോ ലിക്വിഡിൻ്റെയോ പാർട്ടിക്കിൾസ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ മെറ്റീരിയലിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ ഈസ് ദി സെയിം ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ. അബ്സോർപ്ഷൻ്റെ കേസിൽ ഈ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ആ ലിക്വിഡിൻ്റെയോ ഗ്യാസിൻ്റെയോ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ അകത്ത് സെയിം ആയിരിക്കും, മെറ്റീരിയൽ ഫുള്ള് സെയിം ആയിരിക്കും. അബ്സോർപ്ഷൻ ഒക്വേഴ്സ് അറ്റ് യൂണിഫോം റേറ്റ്. യൂണിഫോം ആയിട്ടുള്ള റേറ്റിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതാണ് അബ്സോർപ്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്? ഒരു സോളിഡിൻ്റെ ത്രൂ ഔട്ട് ബോഡിയിൽ ലിക്വിഡിൻ്റെയോ ഗ്യാസിൻ്റെയോ പാർട്ടിക്കിൾസ് ഈക്വലായിട്ട് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കോൺസെൻട്രേഷൻ ബോഡിയിൽ മെറ്റീരിയൽ ഈക്വൽ ആയിരിക്കും. ഇത് യൂണിഫോം റേറ്റിലായിരിക്കും അബ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ അബ്സോർപ്ഷൻ ഓക്കെ ആയി. ഇനി വാട്ട് ഈസ് അബ്സോർപ്ഷൻ? ഇതാണ് അബ്സോർപ്ഷൻ. ഫുള്ള് ഇതിനകത്തേക്ക് വലിച്ചെടുത്തു. വാട്ട് ഈസ് അബ്സോർപ്ഷൻ? ഇങ്ങനെ മോളിക്യൂൾസ് ഇങ്ങനെ വെക്കുമ്പോൾ, മോളിക്യൂൾസിൻ്റെ അകത്ത് വെക്കുമ്പോൾ സോളിഡിൻ്റെ സർഫസിലാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുക. അതിനെയാണെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി ഫിനോമിന ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓർ ലിക്വിഡ് ഓൺ ദി സർഫസ് ദാൻ ഇൻ ദി ബൾക്ക് ഓഫ് ദി സോളിഡ്. സർഫസിൽ അകത്തുള്ളതിനേക്കാൾ കൂടുതൽ സർഫസിൽ കാണുക. ഒരു ഗ്യാസിൻ്റെയോ ലിക്വിഡിൻ്റെയോ മോളിക്യൂൾസ് സർഫസിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. അബ്സോർപ്ഷൻ ആണെങ്കിൽ ആ ബോഡിയിൽ ത്രൂ ഔട്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഇവിടെ സർഫസിലായിരിക്കും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ഇതിനെയാണെന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുക. ഇത് അഡ്സോർബ്ഡ് മോളിക്യൂൾസ് ആണ് ഈ മുകളിൽ കാണുന്നത്. ഈ സർഫസിൽ കാണുന്ന അഡ്സോർബ്ഡ് മോളിക്യൂൾസ് ആണ്. ഈ അഡ്സോർബ് ചെയ്ത് ഏത് സോൾട്ടിലാണോ അതിനെന്തെന്ന് പറയുന്നു? അഡ്സോർബെൻ്റ് എന്ന് പറയുന്നു. അഡ്സോർബെൻ്റ് എന്ന് ഈ ഫിനോമിന അഡ്സോർപ്ഷനാണ്. അഡ്സോർബെൻറ്റിൻ്റെ സർഫസിലാണ് അഡ്സോർബ്ഡ് മോളിക്യൂൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കാം. ഇതാണ് അഡ്സോർപ്ഷൻ. ഇനി അഡ്സോർപ്ഷനെ കുറിച്ച് വേറെന്ത് പറയാം? കോൺസെൻട്രേഷൻ ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ബൾക്ക്. അതായത് ബൾക്ക് ബോഡിയേക്കാൾ കൂടുതൽ, ബോഡിയുടെ കൂടുതൽ ബോഡിയിലും ഉണ്ടാവില്ല. ഇത് സർഫസിലായിരിക്കും ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അഡ്സോർപ്ഷൻ ഈസ് റാപ്പിഡ് ഇൻ ദി ബിഗിനിങ്. തുടക്കത്തിൽ അങ്ങനെ നല്ല റാപ്പിഡായിരിക്കും. ആൻഡ് ഇറ്റ്സ് റേറ്റ് സ്ലോ ആയിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ത്രൂ ഔട്ട് ദി ബോഡിയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. എന്നാൽ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ സർഫസിൽ കൂടുതലായിരിക്കും ബൾക്കിനേക്കാൾ. അതിനെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ഇനി മെറ്റീരിയലിൽ അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന മെറ്റീരിയലിൽ ഫുൾ അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന മോളിക്യൂൾ ഈക്വൽ ആയിരിക്കും. എന്നാൽ സർഫസിലായിരിക്കും അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന മോളിക്യൂൾ കൂടുതൽ കാണുക. ഇനി അബ്സോർപ്ഷൻ യൂണിറ്റ് റേറ്റിൽ നടക്കുമ്പോൾ അബ്സോർപ്ഷൻ എന്താണ്? ആദ്യം റാപ്പിഡായിട്ട് നടക്കും, പിന്നീട് സ്ലോ ആവും. അപ്പോൾ അബ്സോർപ്ഷൻ എന്താണ്, അഡ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്.
ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അഡ്സോർപ്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്. അതാണ് സോർപ്ഷൻ എന്ന് പറയുന്നത്. സോർപ്ഷൻ എന്ന് പറയുന്ന ടേം കൂടിയുണ്ട്. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നടക്കുക. കുറേ മോളിക്കൂൾ ഈക്വലായിട്ട് അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ സർഫസിൽ ബൾക്കായിട്ട് കൂടുതൽ കാണുന്നുമുണ്ട്. കോൺസെൻട്രേഷൻ സർഫസിൽ കൂടുതലായിരിക്കും അബ്സോർബ് ചെയ്യപ്പെട്ടു. അബ്സോർപ്ഷനും നടന്നു, അഡ്സോർപ്ഷനും നടന്നു. അപ്പോൾ മെറ്റീരിയലിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് കാണാം. അപ്പോൾ അബ്സോർപ്ഷൻ. സർഫസിൽ നോക്കുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതൽ ആ പാർട്ടിക്കിൾ അവിടെ കാണാം. അപ്പോൾ അഡ്സോർപ്ഷൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ എന്താണ്, സോർപ്ഷൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ ആണ്. ഇതിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് പഠിക്കാം. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു, എല്ലാത്തിനും മെക്കാനിസം. എന്തൊരു കെമിക്കൽ റിയാക്ഷൻ ആയാലും ഫിസിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് ആയാലും അതിൻ്റെ മെക്കാനിസം നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് പഠിക്കണം. അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്. അഡ്സോർപ്ഷൻ അറൈസസ് ഡ്യൂ ടു ദി അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻ്റ്. ഈ അഡ്സോർബൻ്റല്ലോ, ഈ അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഇൻ ദി ബൾക്ക് ഓഫ് ദി അഡ്സോർബൻറ്റ് ഓൾ ദി ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ആർ മ്യൂച്വലി ബാലൻസ്ഡ്. കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് ഉള്ള പാർട്ടിക്കിൾസ് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ബാലൻസ്ഡ് ആണ്. പക്ഷേ സർഫസിലാകുമ്പോഴോ ഇതെല്ലാം ഇങ്ങോട്ടേക്കാണ്. സർഫസിലാണെങ്കിൽ ഇങ്ങോട്ടേക്കുണ്ട്, ഇവിടെ നിന്ന് പിടിച്ച് വലിക്കാൻ ആരുമില്ല അല്ലേ. സർഫസിലാകുമ്പോൾ എന്താണ്, ഒരു സൈഡിൽ നിന്ന് ഈ മോളിക്കൂളിനെ അട്രാക്റ്റ് ചെയ്യാൻ താഴെ മോളിക്കൂളുണ്ട്, പക്ഷെ മുകളിൽ ആ സോൾട്ടിൻ്റെ മോളിക്കൂൾ വലിക്കാനൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ട് അകത്തൊക്കെ ബാലൻസ്ഡ് ആണ്. ഇത് വലിക്കുന്നു ഈക്വലായിട്ട് വലിക്കുന്നു, ബാലൻസ്ഡ് ആണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന മോളിക്കൂൾ എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന മോളിക്കൂളിനെ ഇങ്ങോട്ടേക്ക് വലിക്കാൻ മോളിക്കൂളുണ്ട്, പക്ഷെ മുകളിൽ മോളിക്കൂളില്ല വലിക്കാൻ. അപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് അബ്സോർപ്ഷന് കാരണം. മനസ്സിലായില്ലേ? ബട്ട് ഓൺ ദി സർഫസ് ദി പാർട്ടിക്കിൾസ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ ആറ്റംസ്. സർഫസിൽ എന്താണ്, സറൗണ്ട് ചെയ്ത് അകത്തിങ്ങനെ സറൗണ്ട് ചെയ്ത് കാണുന്നു. ഒരു പാർട്ടിക്കിൾസിന് ചുറ്റും എന്താണ് വേറെ പാർട്ടിക്കിൾസ് സറൗണ്ട് ചെയ്ത് കാണുന്നു. പക്ഷേ സർഫസിലാണെങ്കിൽ സറൗണ്ട് ചെയ്ത് കാണുന്നില്ല, ഒരു സൈഡിൽ മാത്രമേ വലിക്കാനുള്ളൂ അല്ലേ. ബട്ട് ഓൺ ദി സർഫസ് ദി പാർട്ടിക്കിൾസ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ ദി ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദി സെയിം കൈൻഡ്. ദി ഫോഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വെൻ സോൾട്ട് ഈസ് പൾവറൈസ്ഡ് ഓർ ദി സർഫസ് ഏരിയ ഇൻക്രീസ്ഡ്. അപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടൊരു ഫോഴ്സുള്ള ആറാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. നമ്മളിതിനെ പൊടിക്കുകയോ പൾവറൈസ് ചെയ്യുക, അത് പൊടിക്കുകയോ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അഡ്സോർപ്ഷൻ കൂടുന്നു. ഇപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പീസ് പൊടിക്കുമ്പോൾ ഇത്രയും സർഫസ് അല്ലേ ഉള്ളൂ. പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചു. ഇവിടെ സർഫസ് ഉണ്ട്, ഇതിനേക്കാളും കൂടുതൽ സർഫസ് വരികയാണ്. അപ്പോൾ അഡ്സോർപ്ഷൻ്റെ റേറ്റും കൂടും, അല്ലെ അബ്സോർപ്ഷൻ കൂടും. ഡ്യൂറിങ് അഡ്സോർപ്ഷൻ, ഈ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്തെ എ ന്യൂ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി അഡ്സോർബൻ്റ് ആൻഡ് അഡ്സോർബേറ്റ്. അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിലൊരു പുതിയ ബോണ്ട് കൂടി ഉണ്ടാകുന്നുണ്ട്. വെറുതെ പറ്റിപ്പിടിക്കുകയൊന്നുമല്ല, പുതിയൊരു ബോണ്ട് കൂടി ഉണ്ടാകുന്നുണ്ട്. ദസ് അഡ്സോർപ്ഷൻ ഈസ് ജനറലി എക്സോതെർമിക്. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്താണ്, എക്സോതെർമിക് ആണ്. ΔH നെഗറ്റീവാണ് അല്ലേ. എന്താണ്, റിലീസ് ചെയ്യുകയാണ്. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം. ബോണ്ട് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എനർജി കിട്ടും. എക്സോതെർമിക് ആണ്. ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ആൻ അഡ്സോർബേറ്റ്. ഒരു മോൾ അഡ്സോർബേറ്റ് കേട്ടോ, അഡ്സോർബൻ്റ് അല്ല, അഡ്സോർബേറ്റ്. ഒരു മോൾ അഡ്സോർബേറ്റ്. ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ആൻ അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ആൻ അഡ്സോർബൻറ്റ്. ഒരു അഡ്സോർബൻറ്റിൽ അഡ്സോർബേറ്റ് 1 mole അഡ്സോർബ് ചെയ്യപ്പെടുമ്പോൾ on an adsorbent surface is called the heat of adsorption or enthalpy of adsorption. അതാണ് enthalpy of adsorption. 1 mole അഡ്സോർബൻറ്റിൽ എന്താണ്, അഡ്സോർബ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്യാസ് അഡ്സോർബ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ദി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മോളിക്യൂൾ ബിക്കം റെസ്ട്രിക്റ്റഡ് ആൻഡ് ഹെൻസ് എൻട്രോപ്പി ഈസ് ഡിക്രീസ്ഡ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഫ്രീഡം ആണല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ആണ് അഡ്സോർബ് ചെയ്യുന്നത്. എന്താണ്, ഇതിവിടെ ഒട്ടിപ്പിടിച്ചു പോയി, ഇതിന് ഫ്രീഡം കുറയുകയാണ്. എൻട്രോപ്പി എന്ത് ചെയ്യുന്നു, ആ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും, ഫ്രീഡം കുറയും. അതായത് ΔS നെഗറ്റീവ് ആവും, ഫ്രീഡം കുറയും. കാരണം എന്താണ്, ഈ ഗ്യാസ് മോളിക്യൂൾസ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള മോളിക്യൂളെല്ലാം പിടിച്ച് വലിക്കും. അപ്പോൾ ഇതിനെന്താണ്, ഇതിൻ്റെ എൻട്രോപ്പി കുറയും, ഇതിൻ്റെ ഫ്രീഡം കുറയുകയാണ് അല്ലേ.
ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടാനിയസ്, ഒരു പ്രോസസ്സ് സ്പോണ്ടാനിയസ് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ജി മസ്റ്റ് ബി നെഗറ്റീവ്. ഡെൽറ്റ ബി നെഗറ്റീവാണ് സ്പോണ്ടാനിയസ് ആണെങ്കിൽ. അപ്പോൾ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ആ ചാപ്റ്റർ പഠിപ്പിക്കും. എന്തായാലും ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് സ്പോണ്ടാനിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെങ്കിൽ. അപ്പോൾ ഡെൽറ്റ ജി ക്യാൻ ബി നെഗറ്റീവ് ഇഫ്, ഈ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അതായത് സ്പോണ്ടേനിയസ് ആകുന്നത്, ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. ലോ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആവുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. വൈ എന്ന് പറഞ്ഞാൽ എന്ന് പറയാം, ഇതൊരു സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്താണ്, നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അതുകൊണ്ട് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ആയാൽ മാത്രമേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുകയുള്ളൂ. അതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലാണ് നടക്കുക. ആസ് അഡ്സോർപ്ഷൻ പ്രൊസീഡ്സ് ഡെൽറ്റ എച്ച് ഇൻക്രീസസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ ഡെൽറ്റ എച്ച് ആദ്യം കുറവായിരിക്കും, പിന്നെ കൂടി ടി ഡെൽറ്റ എസിന് ഈക്വൽ ആവും. ആൻഡ് ഡെൽറ്റ ജി ബിക്കം സീറോ. അപ്പോൾ ഡെൽറ്റ ജി സീറോ ആവും. അല്ല ശരിയല്ലേ? ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും ഇതും ഈക്വൽ ആകുമ്പോൾ എന്താവും, ഡെൽറ്റ ജി സീറോ ആവുന്നു. അറ്റ് ദിസ് സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അങ്ങനെ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നത് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ആകുമ്പോഴാണ്. അതുകൊണ്ട് ലോ ടെമ്പറേച്ചറിലാണ് നടക്കുക അല്ലേ? അഡ്സോർപ്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് ഇൻക്രീസ് ചെയ്യുകയും അവസാനം ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിന് ഈക്വൽ ആവുകയും ഡെൽറ്റ ജി സീറോ ആവുകയും ചെയ്യുന്നു. ആ സമയത്ത് അത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. ടൈപ്സ് ഇതിൻ്റെ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ എന്തെല്ലാം ടൈപ്പ് ഉണ്ട്? If the concentration of adsorbate is more at the surface as compared to that in the bulk during adsorption, it is known as positive adsorption. പോസിറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അഡ്സോർബേറ്റിൻ്റെ കോൺസെൻട്രേഷൻ സർഫസിൽ മോറാണ്, ബൾക്കിനേക്കാളും സർഫസിൽ മോറാണ്, ആകെയുള്ള മെറ്റീരിയലിനേക്കാളും മോറ് സർഫസിലാണെങ്കിൽ പോസിറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. എന്നാൽ in case of some liquid, ചില ലിക്വിഡ് സൊല്യൂഷനിൽ it is observed that the solute concentration are less in the surface. solute concentration സർഫസിൽ കുറവും ബൾക്കിൽ കൂടുതലുമാണ്. അതിന് നെഗറ്റീവ് അഡ്സോർപ്ഷൻ എന്നും പറയാം. അപ്പം പോസിറ്റീവ് അഡ്സോർപ്ഷനും നെഗറ്റീവ് അഡ്സോർപ്ഷനും ഉണ്ട്. പോസിറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് അഡ്സോർബേറ്റ് സർഫസിൽ കൂടുതലായിട്ടിരിക്കുക, പോസിറ്റീവ്. ഈ കോൺസെൻട്രേഷൻ ഓഫ് അഡ്സോർബേറ്റ് കുറഞ്ഞിരിക്കുന്ന ചില സന്ദർഭമുണ്ട്. എന്താണ്? സം ലിക്വിഡ് സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ സർഫസ് ലെയറിൽ, ഇതിന് സർഫസ് ലെയറിൽ കുറവും അകത്ത് കൂടുതലുമാവുന്നു. ഇത് നെഗറ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നു. അത് പോസിറ്റീവ് അഡ്സോർപ്ഷൻ, നെഗറ്റീവ് അഡ്സോർപ്ഷൻ. നമ്മളതല്ല ഇപ്പോൾ ഇവിടെ ടു ടൈപ്പ് അബ്സോർപ്ഷൻ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്ന അബ്സോർപ്ഷൻ്റെ ടു ടൈപ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ അബ്സോർപ്ഷൻ. എന്താണ് ഫിസിക്കൽ അബ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അബ്സോർപ്ഷൻ. ഫിസിക്കൽ അബ്സോർപ്ഷനും കെമിക്കൽ അബ്സോർപ്ഷനും. ഈ ഫിസിക്കൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ അഡ്സോർബ്ഡ് മോളിക്യൂള് സർഫസിൽ, അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അഡ്സോർബ്ഡ് മോളിക്യൂള് സർഫസിൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഫോഴ്സസ് ആണ്. അതായത് വാണ്ടർവാൾസ് ഫോഴ്സസ്, ഫിസിക്കലായിട്ടുള്ള ഫോഴ്സ് ഉണ്ട്, വാണ്ടർവാൾസ് ഫോഴ്സസ് ആണെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഫിസിസോർപ്ഷൻ എന്ന് പറയുന്നു, വാണ്ടർവാൾസ് ഫോഴ്സ് ആണെങ്കിൽ അല്ലേ. ഈ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ക്യാൻ യൂഷ്വലി റിവേഴ്സ്ഡ് ബൈ റെഡ്യൂസിങ് ദി പ്രഷർ ഓർ ബൈ ഹീറ്റിംഗ്.
നമ്മൾ ഹീറ്റ് ചെയ്തിട്ടോ പ്രഷർ റെഡ്യൂസ് ചെയ്തുകൊണ്ടോ നമുക്കിനി റിവേഴ്സ് ചെയ്യാനും പറ്റും. അബ്സോർപ്ഷൻ നടത്തിയ മോളിക്കൂളിനെ വീണ്ടും അബ്സോർപ്ഷൻ നടത്തുന്നതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. വാണ്ടർവാൾസ് ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ്. എന്നാൽ കെമിക്കൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കെമിക്കൽ അബ്സോർപ്ഷൻ അവിടെ എന്താണ് സംഭവിക്കുക? വെൻ ദി ഫോഴ്സസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി അബ്സോർബൻ്റ് ആൻഡ് അബ്സോർബേറ്റ് ആർ കെമിക്കൽ ഇൻ നേച്ചർ. അവിടെ വാണ്ടർവാൾസ് ഫോഴ്സസ് ഒന്നും അല്ല ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സസ്, കെമിക്കൽ ഫോഴ്സസ് ആണ്. അപ്പോൾ കെമിക്കൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസോർപ്ഷൻ അല്ലെങ്കിൽ ലാങ്മ്യൂർ LANGMUR MUIR ലാങ്മ്യൂർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ആ ടൈമാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഫോഴ്സസ് ഭയങ്കര സ്ട്രോങ്, കെമിക്കൽ ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ഫോഴ്സസ് ആയിരിക്കും. അതുകൊണ്ട് ഈസിലി റിവേഴ്സിബിൾ അല്ല, പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഫിസിക്കൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്, വാണ്ടർവാൾസ് ഫോഴ്സ് ആയിട്ട് വളരെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും, അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. കെമിക്കൽ അബ്സോർപ്ഷൻ ആകുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസിലി ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ സംഭവം. ഈ കെമിക്കൽ അബ്സോർപ്ഷൻ്റെ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അബ്സോർപ്ഷൻ്റെ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷനേക്കാൾ കൂടുതലായിരിക്കും. ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടുതൽ കെമിക്കൽ അബ്സോർപ്ഷനിലാണ്, ഫിസിക്കൽ അബ്സോർപ്ഷനിലല്ല. ഈ കെമിക്കൽ അബ്സോർപ്ഷൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? 400 kJ/mol ആണ്. എന്നാൽ ഫിസിസോർപ്ഷൻ്റെ വെറും 40 kJ ഉള്ളൂ. അപ്പോൾ ഫിസിസോർപ്ഷൻ്റെ 10 ഇരട്ടി എന്താണ് ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഉണ്ട് ആർക്ക്? കെമിസോർപ്ഷന്. കാരണം കെമിക്കൽ ബോണ്ടാണ് കെമിസോർപ്ഷൻ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ വളരെ കൂടിയിരിക്കാൻ കാരണം. അപ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അബ്സോർപ്ഷൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫിസിക്കൽ അബ്സോർപ്ഷൻ എടുത്താൽ ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി. സ്പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് എന്ന് പറയുന്നത് ആ ഓരോന്നിനും പ്രത്യേകം ഉണ്ട്, അതാണ് സ്പെസിഫിക്. ഒരു കാര്യത്തിൽ നടക്കുന്ന കാര്യം മറ്റൊരു കാര്യത്തിൽ നടക്കില്ല, ആണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അബ്സോർബൻ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രിഫറൻസ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ് ബിക്കോസ് വാണ്ടർവാൾസ് ഫോഴ്സ് ആർ യൂണിവേഴ്സൽ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. ഈ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക റിയാക്ഷനിൽ മാത്രം അത് വാണ്ടർവാൾസ് ഫോഴ്സ് വരൂ, അങ്ങനെ സ്പെസിഫിസിറ്റി ഇല്ല. അതുകൊണ്ടെന്താണ് ഈ അബ്സോർബൻ്റ് എന്താണ് പ്രിഫറൻസ് ഒന്നുമില്ല. ഏത് അബ്സോർബൻ്റ് വന്നാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? ഫിസിക്കൽ അബ്സോർപ്ഷനിൽ അബ്സോർബൻറ്റിന് പ്രിഫറൻസ് ഒന്നുമില്ല. ഇന്ന അബ്സോർബൻ്റ് വന്നാൽ പെട്ടെന്ന് നടക്കും, ഇന്ന അബ്സോർബൻ്റ് വന്നാൽ പെട്ടെന്ന് നടക്കില്ല, അങ്ങനെയില്ല. കാരണം വാണ്ടർവാൾസ് ഫോഴ്സ് യൂണിവേഴ്സലാണ്, അതുകൊണ്ട്. മനസ്സിലായില്ലേ? ഇനി നേച്ചർ ഓഫ് അബ്സോർബേറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്, പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസസ് ഉണ്ട്. അമോണിയ, HCl ഹൈഡ്രജൻ ക്ലോറൈഡ്, SO2 സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസാണ്. അത് റെഡിലി അബ്സോർബ്ഡ് ദാൻ പെർമനൻറ്റ് ഗ്യാസസ്. പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഈ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജനേക്കാൾ പെട്ടെന്ന് അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും. അതാണ് അടുത്തത്. ഇനി റിവേഴ്സിബിൾ നേച്ചർ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി കെമിക്കൽ അബ്സോർപ്ഷൻ ആകുമ്പോഴോ അത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. കെമിക്കൽ അബ്സോർപ്ഷൻ ആകുമ്പോൾ ഇറ്റ് വിൽ ഓൺലി ഒക്കർ ഇഫ് ദെയർ ഈസ് സം പോസിബിലിറ്റി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ബിറ്റ്വീൻ അബ്സോർബൻ്റ് ആൻഡ് അബ്സോർബേറ്റ്. മറ്റേത് അങ്ങനെയൊന്നുമില്ല. അത് വാണ്ടർവാൾസ് ഫോഴ്സ് ആയതുകൊണ്ട് ഏത് അബ്സോർബൻ്റ് ഒന്നും അബ്സോർബ് ചെയ്തിട്ട് പോകും. പക്ഷേ കെമിക്കൽ അബ്സോർപ്ഷനിൽ അങ്ങനെയല്ല. പിന്നെ എന്താണ് ആ ബോണ്ട്, ഈ അബ്സോർബേറ്റ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് നടക്കുമെങ്കിൽ മാത്രമേ, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഹൈ സ്പെസിഫിസിറ്റിയാണ്. എല്ലാവരും വന്നാൽ അങ്ങനെയൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക് ആണ്. അത് ചിലത് വന്നാൽ അബ്സോർബ് ചെയ്യും, ചിലത് വന്നാൽ അബ്സോർബ് ചെയ്യില്ല. സ്പെസിഫിക് ആണ്. കാരണം ബോണ്ട് പെട്ടെന്ന് ഫോം ചെയ്യാൻ കഴിയണം ഇവയ്ക്ക്, എങ്കിലാണ് അത് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. ഇറിവേഴ്സിബിൾ നേച്ചറാണ്, ഭയങ്കര ഇറിവേഴ്സിബിൾ ആണത്. കാരണം ഈ കെമിക്കൽ ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇറിവേഴ്സിബിൾ ആണ്. അബ്സോർപ്ഷൻ ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ
എന്താണ്, ഫസ്റ്റിൽ ഇൻക്രീസ് ചെയ്യും അബ്സോർപ്ഷൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ, എന്നിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്. ഫിസിക്കൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ എന്താണെന്നറിയാമോ, അബ്സോർബ് ചെയ്യപ്പെടുന്ന ഇത് എന്തൂരാണ്, എക്സ് ബൈ മാസ്. അബ്സോർബ് ചെയ്യപ്പെടുന്ന ഇത്രയും, ഇത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും അബ്സോർബ് ചെയ്യപ്പെടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അബ്സോർപ്ഷനും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്നാൽ കെമിസോർപ്ഷനിൽ എന്താണ്, ആദ്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ അബ്സോർപ്ഷൻ കൂടി വന്നൊരു പ്രത്യേക പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയാൽ അബ്സോർപ്ഷൻ കുറഞ്ഞു വരും. അതാണ് കെമിസോർപ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫിസിക്കൽ അബ്സോർപ്ഷനും കെമിക്കൽ അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായാലോ. അപ്പോൾ നമുക്ക് പറയാം, ഫിസിസോർപ്ഷനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ദി അഡ്സോർബേറ്റ് മോളിക്കുലാർ ഹെൽഡ് ഓൺ ദി സർഫസ് ബൈ വീക്ക് വാട്ടർഫാൾ ഫോഴ്സ്. വീക്ക് വാട്ടർഫാൾ ഫോഴ്സ് വെച്ചാണ് ഫിസിസോർപ്ഷനിൽ അഡ്സോർബേറ്റ് മോളിക്കുൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. എൻതാൽപ്പി വളരെ ലോ ആണ്, 20 to 40 കിലോ ജൂൾ മാത്രമേ ഫിസിസോർപ്ഷൻ എൻതാൽപ്പി ഉള്ളൂ. റിവേഴ്സിബിൾ ആണ്, സ്പെസിഫിക് അല്ല, ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. മൾട്ടി ന്യൂക്ലിയർ ലെയർ ഉണ്ടാക്കും. ഒന്നിന് മുകളിൽ ഒന്നെന്ന് പറയുന്ന രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടും. മൾട്ടി ന്യൂക്ലിയർ ലെയർ ഉണ്ടാക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ടെമ്പറേച്ചറിലാണ് ഇത് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്, അല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതോടെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ടിവേഷൻ എനർജി ഒന്നും വേണ്ട. കാരണം എന്താണ്, ഈ വാട്ടർഫാൾ ഫോഴ്സ് ആണല്ലേ ഇത്. അതുകൊണ്ട് പ്രത്യേക ഒരു എനർജി കിട്ടിയാൽ മാത്രമേ ബോണ്ട് അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെയൊന്നുമില്ല, ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ കെമിസോർപ്ഷൻ ആണെങ്കിലോ, അഡ്സോർബേറ്റ് മോളിക്യൂള് ഹൈലി സ്പെസിഫിക് ആണ്. എൻതാൽപ്പി 80 to 240 കിലോ ജൂൾ വരെ വരും. 400 എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം, അല്ലേ, ജൂൾ വരെ വരും. ഇറിവേഴ്സിബിളാണ്, ഹൈലി സ്പെസിഫിക് ആണ്. ഒരു ലെയർ ഉണ്ടാവുള്ളൂ, മോണോ ന്യൂക്ലിയർ മോളിക്കുലർ ലെയർ ഉള്ളൂ, പല ലെയറായിട്ട് അബ്സോർബ് ചെയ്യില്ല. ഹൈ ടെമ്പറേച്ചറിലാണ്, ലോ ടെമ്പറേച്ചറിലല്ല, ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ആക്ടിവേഷൻ എനർജി ആവശ്യമാണ്, ഇതിന് ആക്ടിവേഷൻ എനർജി ആവശ്യമാണ്. ഇതാണ് കെമിസോർപ്ഷനും ഫിസിസോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നു. അടുത്തത് അഡ്സോർപ്ഷൻ, ഐസോതേം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇപ്പം നമ്മൾ എക്സ് ആക്സിസിൽ പ്രഷർ എടുക്കുക. പ്രഷറും അഡ്സോർപ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. എക്സ് ആക്സിൽ പ്രഷർ എടുക്കുക. ഈ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ് ചെയ്യുന്നത് എക്സ് പെർ മോൾ, അത് വൈ എടുക്കുക. അപ്പം പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, എമൗണ്ട് കൂടി ഒരു ഫേസ് വരും, ഒരു സാച്ചുറേഷൻ ആയിട്ടുള്ള ഒരു PS എന്ന് പറയുന്ന ഒരു പ്രഷർ, സാച്ചുറേഷൻ പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഷറിന് യാതൊരു റോളുമില്ല. പിന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്താലും അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യില്ല. സാച്ചുറേഷൻ ആയിട്ടുള്ളൊരു പോയിന്റിൽ എത്തുവാണ്, സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയും, ഓർ ഇക്വിലിബ്രിയം പ്രഷർ എന്ന് പറയും. അപ്പം അത്രയേ ഉള്ളൂ സംഭവം. എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ആ ഗ്യാസ് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് കൂടി വരുന്നു. എന്നാൽ ഒരു സാച്ചുറേഷൻ പ്രഷറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കില്ല. അതാണ് ഈ അബ്സോർപ്ഷൻ്റെ പ്രഷറുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രെൻലിച്ച് എന്നും പറയാറുണ്ട്. ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയാം. ഐസോതേം എന്ന് പറയുന്നത് ദി വേരിയേഷൻ ഓഫ് എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ പെർ യൂണിറ്റ് മാസ് വിത്ത് പ്രഷർ. പ്രഷർ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രഷറിനനുസരിച്ച് യൂണിറ്റ് മാസിലുള്ള ആ അബ്സോർപ്ഷൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു റിലേഷൻ, ഒരു എംപിരിക്കൽ റിലേഷൻ കാണിക്കുന്നുണ്ട് ഈ ഫ്രെൻലിച്ച് അബ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയും. ദാറ്റ് ഈസ് X/M. എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നു, അതാണ് X/M എന്ന് പറയുന്നത്. K × P⁻1/N ആയിരിക്കും. P⁻1/N ആയിരിക്കും. ഇവിടെ K എന്ന് പറയുന്നതും N എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അത് അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും ടെമ്പറേച്ചർ. അഡ്സോർബൻറ്റ്
അഡ്സോർബേറ്റ്, ടെമ്പറേച്ചർ. ഇത് നമുക്ക് റിലേറ്റ് ചെയ്താണ് ഈ കെയുടെയും എന്നിൻ്റെയൊക്കെ വാല്യൂ വരിക. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നത് കെ ഇൻറ്റു പി റൈസ് ടു 1/n ആണ് എംപിരിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലോഗരിതം എടുത്താൽ ഇവിടെ ലോഗരിതം എടുത്താൽ ലോഗ് എക്സ് ബൈ എം എന്ന് എടുക്കാം, അല്ലെ ഇരുവശത്തും ലോഗരിതം എടുക്കാം. 2 സൈഡിൽ ലോഗരിതം എടുത്താൽ ലോഗ് എക്സ് ബൈ എം എന്ന് പറയുന്നത് ലോഗ് കെ ഇൻറ്റു എന്ന് പറയുമ്പോൾ പ്ലസ് ലോഗ് എ ബി എന്ന് പറയുമ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതാണ് പ്ലസ് വന്നിരിക്കുന്നത്, ഇൻറ്റുവിന് പ്ലസ് വന്നിരിക്കുന്നത്. അതുപോലെ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ലോഗ് എടുക്കുമ്പോൾ എൻ ലോഗ് എക്സ് എന്നാണ് വരിക. പവർ ഇൻറ്റു ഇത് പവർ ലോഗ് എക്സ് എന്നാണ് വരിക. എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ പവർ വരുമ്പോൾ എന്താണ് എൻ ലോഗ് എക്സ് വരും. ഇവിടെ എന്താണ് പി റൈസ് ടു 1/n എന്ന് പറയുമ്പോൾ എന്താണ് 1/n ലോഗ് പി എന്നാണ് വരിക. മനസ്സിലായില്ലേ? എംപിരിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് ബൈ എം ഈക്വൽസ് കെ ഇൻറ്റു പി റൈസ് ടു 1/n ആണ്. അപ്പോൾ 2 സൈഡ്സിലും നമ്മൾ എന്തെടുക്കുക, നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ എക്സ് ബൈ എം ലോഗ് എക്സ് ബൈ എം. ഇത് രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ലോഗ് കെ പ്ലസ് ഇത്. പക്ഷെ ഇത് പവർ ഉള്ളതാണ് 1/n ലോഗ് പി. ഇപ്പോൾ ലോഗ് കെ ഉണ്ട് ഇവിടെ. ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി എന്ന് നമുക്കത് ലോഗരിതം എടുക്കുമ്പോൾ കിട്ടും. ഇത് ഫ്രെൻലിച്ച് അബ്സോർപ്ഷൻ ഐസോതെർമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ലോഗ് എക്സ് ബൈ എമ്മിൻ്റെയും ലോഗ് പിയുടെയും ഗ്രാഫ് വരച്ച് നോക്കാം. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇത് ലോഗ് പി ഇൻക്രീസ് ചെയ്യുന്നു, ഇത് ലോഗ് എക്സ് ബൈ എമ്മിൻ്റെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമോ? സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. ഇതാണ് ഇൻ്റർസെപ്റ്റ്. ഇതിന് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. ഇൻ്റർസെപ്റ്റ് ലോഗ് കെ, ഇൻ്റർസെപ്റ്റ് ഈക്വൽസ് ഇതാണ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ലോഗ് എക്സ് ബൈ എമ്മിൻ്റെയും ലോഗ് പിയുടെയും ഗ്രാഫ് നമ്മൾ വരച്ചാൽ ഷുഡ് ഗീവ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിത്ത് ആൻ ഇൻ്റർസെപ്റ്റ് ഓൺ ലോഗ് എക്സ് ബൈ എം. ആക്സിസ് ഈക്വൽ ടു ലോഗ് കെ. ലോഗ് എക്സ് ബൈ എം എന്ന് പറയുന്നത് ലോഗ് കെക്ക് ഈക്വലായിട്ട് ഇൻ്റർസെപ്റ്റുള്ള എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1/n ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ 1/n വാല്യൂ എന്ന് പറയുന്നത് 0, 1 ആണ്. അതായത് അറ്റ് ഹൈ പ്രഷർ, നമ്മൾ ഹൈ പ്രഷർ പേനകൾ വളരെ മോശമാണ് ഈയിടെ. എത്ര പുതിയ പേന ഇന്നും അടിച്ചുള്ളൂ, പക്ഷെ ഒരു ഫലമില്ല. അത് ഉടനെ തന്നെ അത് പോവുകയാണ്. അത് അനക്കാതെ നമ്മളിങ്ങനെ ക്യാപ്പ് തുറന്ന് വെച്ചാൽ അത് അപ്പം തന്നെ അത് കട്ടായി പോവാണ്. ഹൈ പ്രഷറിൽ 1/n വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ബൈ എം എന്ന് പറയുന്നത് കെ ഇൻറ്റു പി 0 ഈക്വൽസ് കെ ആയിരിക്കും. അവിടെ പ്രഷറുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എന്ത് 1/n 0 എന്ന് പറയുന്ന വാല്യൂ വരുമ്പോൾ പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് കെ എം. അപ്പോൾ ഈ എക്സ് ബൈ എം ഈക്വൽസ് കെ ആയിരിക്കും ഹൈ പ്രഷറിൽ. എന്നാൽ ലോ പ്രഷറിലാണെങ്കിൽ 1/n വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നത് കെ പി ആയിരിക്കും. പ്രഷറുമായിട്ട് ഡിപ്പെൻഡാണ്. അപ്പോൾ എക്സ് ബൈ എം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് ബൈ എം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അബ്സോർപ്ഷൻ വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രഷർ. ഈ ഫ്രെൻലിച്ച് അബ്സോർപ്ഷൻ ഐസോതെർമിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ ഇത് ഫെയിലായി പോകും. ഹൈ പ്രഷറിൽ ഇത് ഫെയിലായി പോകുന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. Some solids are capable of absorbing certain solute from solution. സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിലെ അതിനെ അബ്സോർബ് ചെയ്യാവുന്ന ചില സോളിഡുകളുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉള്ള കാരണം എന്താണ്? ഈ കളറിങ് ആയിട്ടുള്ള മാറ്റർ ഒക്കെ സൊല്യൂഷനുണ്ടെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ കളറിങ് ആയിട്ടുള്ള
മാറ്റം ഉണ്ടെങ്കിൽ അത് അഡ്സോർബ് ചെയ്യാം, നമുക്ക് അഡ്സോർബ് ചെയ്തെടുക്കാം. ഇപ്പോൾ റോ ജ്യൂസ്, പഞ്ചസാര, നമുക്ക് കരിമ്പ് അല്ലേ, കരിമ്പ് ആട്ടി വരുന്ന അത് ഒരു കറുത്ത നിറമായിരിക്കും. ഇസ് എ ഡീകളറൈസ്, അത് കളർ മാറ്റിക്കളയാം. എന്താണ് ആനിമൽ ചാർക്കോൾ ഒരു അഡ്സോർബൻ്റാണ്. അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് അതിനകത്ത് ചെളികൾ, അതിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ നമുക്ക് അഡ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചാർക്കോൾ എന്ത് ചെയ്യുന്നു, ഓക്സാലിക് ആസിഡും അസറ്റിക് ആസിഡും ഈ റോ ഷുഗർ സൊല്യൂഷനിൽ നിന്ന് വലിച്ചെടുക്കും. ഓക്സാലിക് ആസിഡും അസറ്റിക് ആസിഡും വലിച്ചെടുക്കും. അപ്പോൾ സൊല്യൂഷൻ ഫേസിൽ നിന്ന് സൊല്യൂട്ടിനെ വലിച്ചെടുക്കാൻ പറ്റും ചില അഡ്സോർബൻറ്റുകൾക്ക് അല്ലേ, ചില സബ്സ്റ്റൻസുകൾക്ക്. ഈ ഫ്രണ്ട്ലി അഡ്സോർഷൻ ഐസോത്തോം ഈ സൊല്യൂഷനിൽ ആപ്ലിക്കബിൾ ആണ്. ബൈ റീപ്ലേസിങ് ദി പ്രഷർ ടേം ബൈ ദി കോൺസെൻട്രേഷൻ. ഇവിടെ പ്രഷറല്ല, പ്രഷർ എന്ന് പറയുന്ന ടേമിനെ എടുത്ത് കോൺസെൻട്രേഷനിലേക്ക് റീപ്ലേസ് ചെയ്താൽ മതി. പ്രഷറുമായിട്ടുള്ള റിലേഷൻ, ഇതിന് കോൺസെൻട്രേഷനുമായിട്ടുള്ള റിലേഷൻ. അപ്പോൾ C/1 സൊല്യൂഷനിൽ അഡ്സോർപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ, സൊല്യൂഷനിൽ നിന്ന് ചില സബ്സ്റ്റൻസ് അഡ്സോർബ് ചെയ്യുന്ന ആ കേസ് വരുമ്പോൾ നമുക്ക് പ്രഷറിന് പകരം ഇവിടെ കോൺസെൻട്രേഷൻ എടുക്കാം. അപ്പോൾ X/m = Kp എന്നുള്ളടത്ത് Kc⁻1/n എന്ന് എഴുതാം. ഇവിടെയും ലോഗരിതം എടുത്താൽ എന്തെന്ന് എഴുതാം, log X/m എന്ന് പറയുന്നത് log K + 1/n log C എന്ന് നമുക്ക് എടുക്കാം. ഈ log X/mൻ്റെയും log സിയുടെയും ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്മോൾ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ സ്മോൾ റേഞ്ചിലേക്ക് ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി എഫക്റ്റ് ഓഫ് ആക്ടിവേഷൻ ഓഫ് ദി അഡ്സോർബൻറ്റിൻ്റെ ആക്ടിവേഷൻ അല്ലേ, എഫക്റ്റ്. ദി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ക്യാൻ ബി ഫർദർ ഇൻക്രീസ്ഡ് ബൈ ആക്ടിവേഷൻ ഓഫ് ദി അഡ്സോർബൻറ്റ് ഇൻ വേരിയസ് ഫേസ്. ഒരു അഡ്സോർബൻറ്റ് അഡ്സോർബ് ചെയ്യും. ഈ അഡ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്, നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം. പല വഴികളിലൂടെ, പല വേസിലൂടെ ആക്ടിവേഷൻ ചെയ്യാം. അങ്ങനെയാണ് ഈ വുഡ് ചാർക്കോൾ ഒരു അഡ്സോർബൻ്റാണ്. അതിൻ്റെ ആ ശക്തി ആക്ടിവേറ്റ് ചെയ്യുക, അതിൻ്റെ അഡ്സോർബിങ് പവർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 650 കെൽവിൻ 650 കെൽവിൻ ടു അല്ലെങ്കിൽ 1300 കെൽവിനിൽ വാക്വത്തിലെടുക്കുക, അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ സ്റ്റീമിലെടുക്കുക. അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നാണ് അതിൻ്റെ പേര്. ചാർക്കോൾ അഡ്സോർബൻ്റ് ആണ്. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 650 കെൽവിൻ അല്ലെങ്കിൽ 1300 കെൽവിനിൽ അത് എടുത്താൽ മതി. അത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആവും. അപ്പോൾ ഇങ്ങനെ ആക്ടിവേഷൻ നടക്കുമ്പോൾ എന്താണ്, ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് ചാർക്കോളിൽ. അത് ഡിസ്റ്റിൽ ഔട്ട് ചെയ്യും, ചാർക്കോളിൽ നിന്ന് ഡിസ്റ്റിൽ ഔട്ട് ചെയ്ത് പോകും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഫ്രീ സർഫസ് ഏരിയ, അഡ്സോർപ്ഷനിൽ ഫ്രീ സർഫസ് ഏരിയ ഉണ്ട്, അതൊന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമുക്ക് ചില മെറ്റീരിയലിൻ്റെ അഡ്സോർപ്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട്. ഈ ചാർക്കോളിനെ ആക്ടിവേറ്റ് ചെയ്താൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയും. എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, വാക്വത്തിലോ എയറിലോ അല്ലെങ്കിൽ സ്റ്റീമിലോ വെച്ചിട്ട് 650 കെൽവിൻ അല്ലെങ്കിൽ 1300 കെൽവിനിൽ അത് ഹീറ്റ് ചെയ്യും. 650 കെൽവിനും 1300 കെൽവിനും ഇടയിൽ അങ്ങോട്ട് ഹീറ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഈ ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ സർഫസിൽ നിന്ന് പോകുമ്പോൾ സർഫസ് ഏരിയ നല്ല ക്ലീൻ ആവും. ഇമ്പ്യൂരിറ്റീസൊക്കെ ഡിസ്റ്റിൽ ഔട്ട് ചെയ്ത് പോകും. സർഫസ് ഏരിയ, ഫ്രീ സർഫസ് ഏരിയ കൂടുതലുണ്ടാവുകയും അഡ്സോർപ്ഷൻ നടക്കുകയും ചെയ്യുന്നു അല്ലേ. നമുക്കൊരു റബ്ബർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മാവിലൊക്കെ മുക്കി നമ്മൾ എന്ത് ചെയ്യും, പഴംപൊരിയൊക്കെ ഉണ്ടാവും അല്ലേ. മാവിൽ മുക്കുമ്പോൾ ചില സ്ഥലത്ത് മാവ് ശരിക്കും പിടിക്കില്ല. കാരണം എന്താണ്, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മടക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല സ്മൂത്താക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മാവ് പിടിക്കും. അതുപോലെ ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ മുകളിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, എന്തിൻ്റെ, ഹൈഡ്രോ കാർബണിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇമ്പ്യൂരിറ്റീസ് മാറ്റി നമ്മൾ ഇത്രയും ഹീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് ഡിസ്റ്റിൽ ഔട്ട് ചെയ്ത് പോകും. നമുക്ക് സർഫസ് ഏരിയ ക്ലീനായി കിട്ടുകയും ആക്ടിവേഷൻ നടക്കുകയും ചെയ്യുന്നു. ഓക്കെ.